സ്റ്റുഡൻസ് ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്ന പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ ദി ഹോസ്പിറ്റൽ ആൻഡ് ഫിസിഷ്യൻ ഇൻ സൊസൈറ്റി എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. സിമ്പിളാണെങ്കിൽ പോലും സൊസൈറ്റിയിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ, ഒരു ആശുപത്രിയുടെ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണിത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മൾ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യത്യസ്തമായ ഡൈമെൻഷൻസ് നമ്മൾ ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ സിസ്റ്റം വന്നു തുടങ്ങിയത് മുതൽ ലോകത്ത് ഇത്തരത്തിലുള്ളൊരു ഹോസ്പിറ്റൽ ചെയ്യുന്ന ദൗത്യം വളരെ വലുതാണ്. മാത്രമല്ല, ഹോസ്പിറ്റൽ ആർ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻ പ്രീ മോഡേൺ ടൈംസ് ദ ഡ്യൂട്ടി ഓഫ് കെയർ വാസ് പെർഫോംഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി. ആദ്യ കാലഘട്ടങ്ങൾ നമുക്കറിയുന്ന പോലെ തന്നെ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഗർഭം ആയിക്കഴിഞ്ഞാൽ, അതിൻ്റെ സമയമായിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ നിന്ന് അതിൻ്റെ ഗർഭത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ആ കുട്ടിയെ പ്രസവിക്കേണ്ട വിഷയങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന് വ്യത്യസ്തമായിട്ട് പുതിയ കാലഘട്ടങ്ങളിൽ അതിനുവേണ്ടി ഹോസ്പിറ്റൽ ഫെസിലിറ്റീസൊക്കെ വന്നു തുടങ്ങി. തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള ഭാഗത്തു നിന്നുള്ള അംഗങ്ങൾ എന്ത് ചെയ്യും, ഈ കുടുംബത്തിലെ രോഗികളെ ചികിത്സിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് പിന്നീട് കാലഘട്ടങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഒരു ആവശ്യകത വന്നു, ഹോസ്പിറ്റൽ വന്നു, അത്തരത്തിൽ ആളുകളെ ശുശ്രൂഷിക്കേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 70-ാം പേജിൽ ഹോസ്പിറ്റൽ ആസ് സെൻറ്റേഴ്സ് ഓഫ് റിലീജിയസ് പ്രാക്ടീസ്. ആദ്യ കാലഘട്ടങ്ങൾ, ഈ ക്രിസ്ത്യാനിറ്റിയുടെ കാലഘട്ടങ്ങൾ, ക്രിസ്ത്യൻസ് വളർന്നുവന്ന റോമിൻ്റെ കാലഘട്ടങ്ങൾ, റോമിലൊക്കെ ക്രിസ്ത്യാനിറ്റി വളർന്നുവന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ചർച്ചുകളിലായിരുന്നു എന്തിരുന്നു ആദ്യമായിട്ട് മെഡിക്കലായിട്ടുള്ള ആളുകൾ രോഗികളെ ശുശ്രൂഷിച്ചിരുന്നത്. അതിനുശേഷം പിന്നീടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിലീജിയസ് ആക്ടിവിറ്റീസ്, അതിൻ്റെ സ്ഥാപനങ്ങൾ വേറെയും ഈ ഹോസ്പിറ്റാലിറ്റി, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് വേറെ ഓഫീസായിട്ട്, അതിന് വേറെ കേന്ദ്രങ്ങളായിട്ടുള്ള ഇത് മാറി വന്നത്. അപ്പോൾ 1996 മുതൽ 1291 കാലഘട്ടം, മിഡിൽ ഏജ് കാലഘട്ടങ്ങളാണ് ഈ ക്രിസ്ത്യൻസിൻ്റെ ആധിക്യം. അവരുടെ ചർച്ചകളിലായിരുന്നു ആദ്യമൊക്കെ എന്തിരുന്നത് ഇത്തരത്തിലുള്ള ചികിത്സകൾ നടത്തിയിരുന്നത്. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നീട് മാറി വന്നു. അടുത്തായിട്ട് ഹോസ്പിറ്റൽസ് ആസ് പവർ ഹൗസസ്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ സൗകര്യങ്ങൾ കുറവായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ദി ഗ്രാജുവൽ റിമൂവൽ ഓഫ് ഹോസ്പിറ്റൽസ് ഫ്രം ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദി ക്ലർജി ആൻഡ് ഇറ്റ്സ് ട്രാൻസ്ഫർ ടു മോർ സെക്യുലർ ഫോഴ്സസ് ലെഡ് ടു ദി പീരീഡ് ഓഫ് സ്ലോ ഗ്രോത്ത് ഓഫ് യൂറോപ്യൻ ഹോസ്പിറ്റൽ സിസ്റ്റം. തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ട് തുടർന്ന് ഇങ്ങനെ വരുമ്പോൾ ഫെസിലിറ്റീസ് കൂടി വന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റികൾ, ഹോസ്പിറ്റൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ സൗകര്യങ്ങൾ അധികരിച്ചു. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അധികരിച്ച് വന്നു, അവരിലേക്ക് അത് എത്തിപ്പെടാൻ തുടങ്ങി. മാത്രമല്ല, ഓട്ടോണമസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സിസ്റ്റം മാറി പ്രൈവറ്റായിട്ട് ആളുകൾക്ക് സ്വന്തം രൂപത്തിൽ അവരുടെ സ്വന്തം സാമ്പത്തിക നിലനിർത്തമായിട്ടൊക്കെ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ വന്നു. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഹോസ്പിറ്റൽസ് ആസ് ഡെത്ത് ഹൗസ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാകുന്ന രോഗികൾ അവർ രോഗത്തിൻ്റെ ഭാഗമായിട്ട് മരണപ്പെടുന്നു. അതിനുശേഷം അവരെ ആ ഹോസ്പിറ്റൽ സർജറികൾക്ക്, അതുപോലെ തന്നെ ഈ ഓപ്പറേഷനൊക്കെ പഠിക്കാൻ വേണ്ടി ആളുകളുടെ ബോഡികൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ അവരുടെ അവയവങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ. അപ്പോൾ അതാണ് ഈ ഒരു ഹെഡിങ്ങിൽ പറയാൻ തന്നെ കാരണം. ഡെത്ത് ഹൗസ് എന്ന് പറയുമ്പോൾ രോഗി മരിച്ച ഉടനെ തന്നെ അയാളെന്ത് ചെയ്യണം, അയാളുടെ അവയവങ്ങൾ ഉപയോഗിച്ചിട്ട് പരീക്ഷണങ്ങൾ നടത്തുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ കാർഡ് സംഭവങ്ങൾ ഉണ്ടായിരുന്നത് ഏൻഷ്യൻ്റ് ടൈമിലായിരുന്നു അതുണ്ടായിരുന്നത്. പിന്നെ ശേഷം മാറി വന്നു. അടുത്തായിട്ട് ഹോസ്പിറ്റൽസ് ആസ് സെൻറ്റർ ഓഫ് മെഡിക്കൽ ടെക്നോളജി. മെഡിക്കൽ ടെക്നോളജിയുടെ സെൻറ്റർ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. 19-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ വളരെ മാറ്റം കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് ആയി മാറി. മാത്രമല്ല, പേഷ്യൻസിനെ ഏത് രൂപത്തിലുള്ള രോഗങ്ങൾ ചികിത്സിക്കാനും പറ്റിയ ഒരു അവസ്ഥയിലേക്ക് ഹോസ്പിറ്റൽസ് ആയി വന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രൂപത്തിൽ ടെക്നോളജികൾ എന്ത് ചെയ്യും അധികരിച്ച് വന്നു. ഓപ്പറേഷൻ തിയേറ്റേഴ്സ് വന്നു, അതുപോലെ തന്നെ ഓരോ സ്കാനിങ്ങിന് അങ്ങനത്തെ ഓരോന്ന് വേറെ ഐറ്റംസ് വന്നുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ എന്ത് ചെയ്തു, പെട്ടെന്ന് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ എന്ത് ചെയ്തു കൂടുതൽ അവർക്ക് ഉപയോഗമായിട്ടോ അത് സൗകര്യമായിട്ട് വന്നു. ഓക്കെ, അടുത്തതായിട്ട് ഇന്ത്യയിലുള്ള ഹോസ്പിറ്റൽസ് ചർച്ച ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് റിഗാർഡിംഗ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻക്ലൂഡിംഗ് ദാറ്റ് ഓഫ് ഹോസ്പിറ്റൽസ്. തീർച്ചയായിട്ടും ഇന്ത്യയിലും ഈ ചരിത്രമായി നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ സിസ്റ്റം വളരെ വ്യത്യസ്തമായ രൂപത്തിൽ പ്രധാനപ്പെട്ട അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട്. എ സിസ്റ്റമിക് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ വാസ് നോട്ട് അക്നോളജ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലൊരു വ്യവസ്ഥാപിതമായ രൂപത്തിലുള്ളൊരു മെഡിസിൻ ആദ്യകാലത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം തുടർന്നായിരുന്നു അത്തരത്തിലുള്ള 16-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലായിരുന്നു അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ കാര്യങ്ങളെന്ത് വന്നത്. ഓക്കെ,
അടുത്തായിട്ട് ഹോസ്പിറ്റൽസ് ആൻഡ് സൊസൈറ്റി ഹോസ്പിറ്റൽസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഒരു തലക്കെട്ടിൽ വരുന്നത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത് അവിടെ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇഫ് എ പേഴ്സൺ ഈസ് അഡ്മിറ്റഡ് ടു എ ഹോസ്പിറ്റൽ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം എക്സ്റ്റെൻഡിങ് ഫ്രം ഡേയ്സ് ടു മന്ത്സ്, ദാറ്റ് പേഴ്സൺ മേ ബി യൂസ്ഡ് ടു എ റൂട്ടീൻ വിച്ച് ദേ മേ നോട്ട് ബി ആബിൾ ടു ഫോളോ ഔട്ട്സൈഡ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹം രോഗി വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു റൂട്ടീൻ അദ്ദേഹം പിന്തുടരുകയാണെങ്കിൽ ഒരിക്കലും ഹോസ്പിറ്റലിൽ പുറത്തു പോയി അദ്ദേഹത്തിന് ആ റൂട്ടീൻ പിന്തുടരാൻ സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഉപകാരത്തിലുള്ള ഒരാൾക്ക് ഒരു രോഗിക്ക് തൻ്റെ രോഗത്തെ എത്തരത്തിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ഒരു റൂട്ടീൻ എന്തിരുന്നു ഓരോ ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്നു. അപ്പോൾ സൊസൈറ്റിയിലെ വ്യക്തിയാകുമ്പോൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ കൂടുതൽ ഉപകാരപ്രദമായി വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫങ്ഷൻസിനെ വ്യത്യസ്തമായിട്ട് അവിടെ അടിവരയിട്ട് പറയുന്നുണ്ട്. അവിടെ തന്നെ ഹെൽത്ത് കെയർ സർവീസുകൾ നിറവേറ്റുക എന്നുള്ളതുണ്ട് ഹോസ്പിറ്റൽ ഡ്യൂട്ടി. അതുപോലെ തന്നെ രോഗത്തു നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെന്ന് ഇവിടെ ഹോസ്പിറ്റലിലാണ്. മാത്രമല്ല അപ്പോൾ ഒരു സൊസൈറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന വിഷയത്തിലൊക്കെ ഹോസ്പിറ്റൽ പ്രധാനമായ പങ്കുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിങ്ങനെ പോന്നിട്ട് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രോബ്ലംസ് ഇൻ ഹോസ്പിറ്റൽ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ. അതെ, വളരെ പ്രധാനമായൊരു വിഷയമാണ് ഈ ഹോസ്പിറ്റൽ പേഷ്യൻ്റ് പ്രോബ്ലംസിൽ അതിനിടയിലുള്ള ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇവൻ ദോ ദി പ്രയോറിറ്റി ഓഫ് ദി ഹോസ്പിറ്റൽ ഈസ് ഓൺ ദി ബെറ്റർമെൻറ്റ്സ് ഓഫ് ദി പേഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ ഏതൊരു വ്യക്തി സൊസൈറ്റിയിലുള്ളൊരു വ്യക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നോക്കിയിട്ടായിരിക്കും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ കൂടുതൽ സമ്പത്തുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ മൂപ്പര് എന്ത് ചെയ്യും കൂടുതലായിട്ട് മൂപ്പർക്ക് സൗകര്യം കൊടുത്ത് കൂടുതലായിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യും വേണ്ട രൂപത്തിൽ സൗകര്യം ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ വരുമ്പോൾ ആളുകൾക്കിടയിൽ വിവേചനം വരുന്നൊരു സാഹചര്യം തീർച്ചയായിട്ടും ഇതിലുണ്ട്. മാത്രമല്ല ആ ഒരു വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ട് പോയിന്റ് ഇട്ടിട്ട് പറയുന്നുണ്ട് ദർ ഈസ് എ കൊളാബറേഷൻ ബിറ്റ്വീൻ ദി പേഷ്യൻ്റ് ആൻഡ് ദി ഡോക്ടർ ഇൻ കെയർ. തീർച്ചയായിട്ടും ആ കൊളാബറേഷൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. മാത്രമല്ല അതൊക്കെ ഫീച്ചേഴ്സ് ഒരു പേഷ്യൻ്റ് സെൻ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് പറയുന്നത്. മാത്രമല്ല പേഷ്യൻസ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് ടേക്കൻ ടു ദി കൺസിഡറേഷൻ. അപ്പോൾ ഒരു വ്യക്തിയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുക ആൾക്ക് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ്, ഒരു ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്തമാണ്. കൾച്ചർ വാല്യൂസ് ആൻഡ് ഫൈനലൈസേഷൻ ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻ്റ് ആൻഡ് ദെയർ ഫാമിലീസ് എക്സ്പെക്ട് ഒക്കെ റെസ്പെക്ട് ചെയ്യപ്പെടണം. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള എന്തൊരു സാമ്പത്തിക വ്യവസ്ഥ അദ്ദേഹത്തിനുള്ളതെന്നുണ്ടെങ്കിൽ അതൊരു സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പോൾ ഒരിക്കലും പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. കാരണം ഒരു സൊസൈറ്റിയെ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഒരു സൊസൈറ്റിയെ അതിനെ മെച്ചപ്പെടുത്തുന്ന രൂപത്തിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ഹോസ്പിറ്റലിനുള്ള പങ്ക് വളരെ വലുതാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡോക്ടർ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ ഇൻ ഹെൽത്ത് കെയർ. തീർച്ചയായിട്ടും അവിടെ ഒരു പഠനം പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ എ ഫിസിഷ്യൻ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഹു ഹാസ് റിസീവ്ഡ് എ ഡോക്ടർ ഓഫ് മെഡിസിൻ ഓർ ആൻ ഡോക്ടർ ഓഫ് ഓസ്റ്റിയോപാത്തിക് മെഡിസിൻ. ഓക്കെ, അപ്പോൾ ഒരു ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ ഒരു മെഡിസിനാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ട രൂപത്തിൽ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള ഡോക്ടറുടെ അദ്ദേഹത്തിൻ്റെ ദൗത്യമാണത്. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പ്രിസ്ക്രൈബ്ഡ് കോഴ്സ് ഓഫ് സ്റ്റഡി ഫ്രം ദി സ്കൂൾ മെഡിസിൻ ഓർ. തീർച്ചയായിട്ടും അപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇത്ര ഒരു കോഴ്സ് പഠിച്ച് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡ് ഇത്ര പഠിച്ച് കൂടുതൽ ഒരു സ്കോളർഷിപ്പ് നേടിയ വ്യക്തിയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചികിത്സിക്കാനും മറ്റൊരു ഡോക്ടർ എന്നൊക്കെ വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സൊസൈറ്റിയുടെ സ്ഥാനം വളരെ വലുതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം അദ്ദേഹം പഠിച്ചുണ്ടാക്കുന്ന അദ്ദേഹം ഒരു സൊസൈറ്റി ഒരു വ്യക്തിയെ അദ്ദേഹം ചികിത്സിക്കാൻ അറിയുമ്പോൾ അദ്ദേഹത്തെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ ഒരു പ്രവർത്തനം ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത പ്രൊഫഷണലൈസേഷൻ ഓഫ് ദി ഫിസിഷ്യൻ. അപ്പോൾ എങ്ങനെയുണ്ട് ഫിസിഷ്യനെ പ്രൊഫഷണലൈസ് ചെയ്യുക? അപ്പോൾ അവിടെ എന്ത് പറയുന്നുണ്ട് ട്രെയിനിങ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഇൻ സ്പെഷ്യലൈസ്ഡ് ആൻഡ് സബ്ലിറ്റ് ബോഡി ഓഫ് നോളജ്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ലാബിൽ പഠിക്കുന്ന അതുപോലെ തന്നെ സാധാരണ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും ഒരു 4 വർഷ കോഴ്സാണെങ്കിൽ 4 വർഷ കോഴ്സ് കംപ്ലീറ്റ് എന്ത് ചെയ്യും പിന്നെ അവർക്ക് ട്രെയിനിങ് ആണ്. പിന്നെ ഒരു 1.5 വർഷം 2 വർഷം ട്രെയിനിങ് ആണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ കീഴിൽ നടക്കുന്ന സ്ഥാപനമാണെങ്കിൽ ആ ഹോസ്പിറ്റലിലൊക്കെ ട്രെയിനിങ് നടക്കും. അപ്പോൾ അതിന് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലോങ് പീരീഡിൽ എക്സ്പീരിയൻസ്ഡ് ആണ് വിദ്യാർത്ഥികൾ. മാത്രമല്ല കമ്മിറ്റ്മെൻറ്റ് ടു സർവീസ്. തീർച്ചയായിട്ടും അപ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള മേഖലകളിൽ ഈ മെഡിക്കൽ ഫീൽഡ് ആകുമ്പോൾ തന്നെ വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യണം കൂടുതലായിട്ട് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം സർവീസിനോട്. ഓക്കെ, അടുത്താണ് പറയാൻ പോകുന്നത് മോഡൽസ് ഓഫ് ദി ഡോക്ടർ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ. അതിൻ്റെ മോഡൽസാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഓരോ വർഷത്തെ വ്യത്യസ്തമായ രൂപത്തിൽ ഓരോ വർഷത്തുള്ള ഓരോ കാര്യങ്ങൾ ഓരോ ഡോക്ടർമാരെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷത്തിലുണ്ടായിരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ ആ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ 1956 കാലങ്ങളിൽ ഹോളണ്ടർ ആൻഡ് സയൻസ് തിയോറൈസ്ഡ് ദാറ്റ് സെവറിറ്റി ഓഫ് ദി പേഷ്യൻ്റ് ഡിസീസ് ഓർ കണ്ടീഷൻ ഡിറ്റർമൈൻസ് ദി മോഡൽ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ദംസെൽസ് ആൻഡ് ഡോക്ടർ. തീർച്ചയായിട്ടും അപ്പോൾ ഡോക്ടർക്ക് എന്ത് ചെയ്യും ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി മാറ്റാൻ സാധിക്കും. അതൊന്നിരിക്കും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് പുറമെ അദ്ദേഹം നടത്തുന്ന ഇൻട്രാക്ഷനോടെ ആയിരിക്കും. അപ്പോൾ
ഒരു ഡോക്ടറുടെ ദൗത്യം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ചേഞ്ചിങ് ഡൈനാമിക്സ് ഓഫ് ഇൻട്രാക്ഷൻ പാറ്റേൺസ്. തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഭാഗം ഇൻക്രീസിംഗ്ലി പേഷ്യൻസ് ഹാവ് മോർ ആൻഡ് മോർ ആക്സസ് ടു മെഡിക്കൽ ലിറ്ററേച്ചർ എസ്പെഷ്യലി വിത്ത് അഡ്വെൻറ്റ് ഓഫ് വെബ്സൈറ്റ് സജസ് WebMD. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് സാധാരണ ഒരു രോഗം വന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് പുറമെ അവിടെ എന്ത് ചെയ്യുക, വ്യത്യസ്ത വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക, ഈ രോഗത്തിന് ചെയ്യേണ്ട എന്തൊക്കെയാണ് അവരെടുക്കേണ്ട കാരണം എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിന് ചെറിയ രോഗം വന്നാൽ തന്നെ അതെങ്ങനെ അതിനെ ശുശ്രൂഷിക്കണം എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരാൾക്ക് ഉപയോഗപ്പെടുത്തും. സ്വന്തം ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്ക് അദ്ദേഹത്തിന് അതിനൊക്കെ എന്ത് ചെയ്യുക, ഉപകാരം ഉൾക്കൊള്ളാനൊക്കെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ അടിവരായിട്ട് പറയുന്നുണ്ട്, റെഡ്യൂസ് അൺസർട്ടനിറ്റി, പ്രൊവൈഡ് എ ബേസിക് ഫോർ ആക്ഷൻ, സ്ട്രെങ്തൻ ദി ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്. അതൊക്കെ എന്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങളായിട്ട് മാറും എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡോക്ടർ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ ഇൻ ദി ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിലുണ്ടാകുന്ന ഡോക്ടർ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ. അവിടെ ദ റോൾ ഓഫ് ദി സ്റ്റേറ്റ്, അവിടെ സ്റ്റേറ്റിൻ്റെ റോൾ പറയുന്നുണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് പറയുന്നുണ്ട്, അപ്പോൾ നാച്ചുറൽ ഡിസീസ് പറയുന്നുണ്ട്, ഡൊമസ്റ്റിക് മെഡിക്കൽ അപ്ലൈൻസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹെൽത്ത് കെയറിന് ഗവൺമെൻറ് ഇപ്പോൾ ഫണ്ട് റെഡ്യൂസ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൂടുതലായിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്, പ്രൈവറ്റ് ഹെൽത്ത് കെയറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നതാണ് നമുക്ക് മെയിനായിട്ടുള്ള ലക്ഷ്യം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വരികയാണെങ്കിൽ അവിടെ 4-5 ലക്ഷമൊക്കെ ചിലവാകുന്ന വലിയൊരു തുക ചിലവാകും. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ഒരു സംഭവം, അപ്പോൾ ഇയാൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഫണ്ട് എന്ത് ചെയ്യും, ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കിട്ടും. അങ്ങനെയൊക്കെ ഒരാൾക്ക് അങ്ങനെ കിട്ടാൾക്ക് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ് സംഭവം കൊണ്ടുവരുന്നത് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഡെവലപ്മെൻറ്റ് വരുമ്പോഴാണ് ഒരു സൊസൈറ്റി എന്ത് ചെയ്യുന്നത് വളരുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ അടുത്തോടെ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് എ ഫിസിഷ്യൻ. ഒരു ഫിസിഷ്യൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. അവിടെ മെഡിക്കൽ എക്സ്പേർട്ട് ആയിരിക്കണം, കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം, മാത്രമല്ല കൊളാബറേറ്റർ ആയിരിക്കണം, മാനേജർ ഒക്കെ ആയിരിക്കണം. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയെ നിയന്ത്രിക്കുന്ന, ഒരു സൊസൈറ്റിയെ ഫോം ചെയ്യിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദൗത്യം വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു മാനേജറാണ്, അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്, അദ്ദേഹം ഒരു ഓർഗനൈസറാണ്, അദ്ദേഹം ഒരു കൊളാബറേറ്ററാണ്. അതൊക്കെ പുറമെ അദ്ദേഹം ഒരു മെഡിക്കൽ എക്സ്പേർട്ടാണ്, ഒരു കമ്മ്യൂണിക്കേറ്ററാണ്. അപ്പോൾ വ്യത്യസ്ത നിലപാടുകളിലുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള ആളുകളോട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവരുടെ രോഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവർ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട ചികിത്സ ചെയ്ത് കൊടുത്തുകൊണ്ട് അത് മാറ്റാൻ സാധിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഡോക്ടർ ചെയ്യുന്ന ദൗത്യം വളരെ വലുതാണ്. ഓക്കെ, മാത്രമല്ല നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈ വിഷയത്തിൻ്റെ ഇവിടെ നമ്മൾ സമ്മറിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു പാർവത്തിന് മെയിനായിട്ട് ചർച്ച ചെയ്ത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. നമ്മൾ ഫാമിലി ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ എന്താണ്, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരു സമൂഹത്തെ മെച്ചപ്പെടുത്തുന്ന അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ആരോഗ്യം, അത് വെൽഫെയർ മെച്ചപ്പെടുന്ന രൂപത്തിൽ, അതിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന രൂപത്തിൽ ഹോസ്പിറ്റലിൻ്റെ റോള് വളരെ വലുതാണ്. അത് പാഠഭാഗം മനസ്സിലാക്കുക, സംശയങ്ങളുണ്ട് എന്ത് ചെയ്യുക, ചോദിക്കുക, കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, എല്ലാവരും നല്ല രൂപത്തിൽ പഠിക്കുക. ഓക്കെ, ശരി.